നമ്മുടെ ഈ പറയുന്ന ചുരൽമല ദുരന്തം ഉണ്ടാവുന്നു. 11 മാസമായി. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് കിടക്കുന്നു. ദുരന്തത്തിൽപ്പെട്ട നിരവധിയായ ആളുകൾ മരണപ്പെട്ടുപോയി. ജീവിച്ചിരിക്കുന്നവർ കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ട വേദന ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽക്കുമ്പോഴും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു വഴിയും കാണാത്ത അവസ്ഥയിൽ ഇവിടെ നട്ടം തിരിയുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ദുരന്തത്തിൽ ഇതുപോലെ സർക്കാർ വില്ലനായി മാറിയ ഒരു ദുരന്തവും കടന്നുപോയിട്ടുണ്ടാവില്ല. ഈ ചൂരൽമല വിഷയത്തിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന്, അവരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിത സന്ധാരണ സൗകര്യങ്ങൾ പുനഃക്രമീകരിക്കുന്നതിന് അതിനെ സഹായിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി 776 കോടി രൂപ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെ സ്വമനസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ തന്നെ കണക്കാണ്. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ അക്കൗണ്ടിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വയനാടിന് ഒരു അക്കൗണ്ട് ഉണ്ടാകണമെന്ന പൊതു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് അന്ന് ഇതുപോലെയുള്ള ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതും ആ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ 776 കോടി രൂപ എത്തുന്നതും. അതിന് പുറമെ വയനാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രയോ സംഘടനകൾ, വ്യക്തികൾ ഇവിടെ വരികയും നൂറുകണക്കായ വീടുകളെന്ന് ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ ഒരു ദുരന്തമായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് കവളപ്പാറ. ആ കവളപ്പാറയിൽ 72 ആളുകൾ അന്ന് മരണപ്പെട്ടു. 100ഓളം വീടുകൾ ഈ ദുരന്തത്തിൽ അന്ന് കുടുങ്ങിപ്പോയി. 6 മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു. ചൂരൽമല ഇഷ്യൂ പോലെ ആയിരുന്നില്ല നിലമ്പൂരിലെ ഇഷ്യൂ. നിലമ്പൂരിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ നിയോജക മണ്ഡലം ആകെ വെള്ളം കയറി. സർക്കാരിൻ്റെ റവന്യൂ കണക്ക് പ്രകാരം തന്നെ 10,000-ഓളം വീട്ടിൽ വെള്ളം കയറി. 1600ഓളം വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചിരുന്നു. കവളപ്പാറയിലും പരിസരത്തും ദുരന്തമുണ്ടായ അടുത്ത് ഏകദേശം 80ഓളം വീടുകളാണ് നാശം സംഭവിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു. 6 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സർക്കാർ അന്ന് നിശ്ചയിച്ചിരുന്ന ഇതേപോലെ അന്ന് ദുരന്തത്തിലേക്ക് സർക്കാർ പണം സ്വരൂപിച്ചിട്ടില്ല. വയനാട് ദുരന്തത്തിന് പണം സ്വരൂപിച്ചതുപോലെ നിലമ്പൂർ ദുരന്തത്തിനായി പ്രത്യേകം പണം ഒന്നും സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നില്ല. സർക്കാരിന്റെ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ, വീടിനും 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും വേണ്ടി നിശ്ചയിച്ചെന്ന് നൽകിയിരുന്നത്. ആ 10 ലക്ഷവും ഈ ഇരകളായ ആളുകളുടെ പോക്കറ്റ് മണിയായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, വയനാട്ടിൽ വന്നതുപോലെ തന്നെയുള്ള നിരവധിയായ സംഘടനകൾ, വ്യക്തികൾ അവിടെയും നമ്മളെ സമീപിക്കുകയും നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയും ചെയ്ത് പലരും സ്ഥലം തന്നു, പലരും വീടിൻ്റെ പണം തന്നു. സർക്കാർ തന്ന പൈസ അവർക്ക് ജീവിക്കാനുള്ളൊരു ജീവിത മാർഗമാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ പറയുന്ന 776 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് 404 ഈ പറയുന്ന ഇരകളെയാണ്, മരണം സംഭവിച്ച് വീട് നഷ്ടപ്പെട്ടവർ. കോമൺ സെൻസ് എന്ന് പറയുന്ന നമ്മളെന്തായ പ്രായോഗിക ബുദ്ധിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഈ 776 കോടി ഹരിക്കണം 404, ഏകദേശം 1,70,00,000 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിലെ എന്താ പറയുക, മനുഷ്യപ്പറ്റുള്ള, മനുഷ്യരോട് കടപ്പാടും സ്നേഹമുള്ള സുമനസ്സുകൾ കൊടുത്ത പൈസ കയ്യിൽ നിൽക്കുകയാണ്. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നതാണ്. കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടവരിൽ മിക്കവരും പൂർണ്ണമായും ഫാമിലി നഷ്ടപ്പെട്ടവരുണ്ട്, പകുതി മുക്കാലും നഷ്ടപ്പെട്ടവരുണ്ട്. സ്വാഭാവികമായിട്ടും വയനാടിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഇങ്ങോട്ടും നടന്ന കുടിയേറ്റം മുഴുവൻ നമ്മുടെ താഴെ ഈ പറയുന്ന നിലമ്പൂര്, വണ്ടൂര്, മലപ്പുറം, മുക്കം, അങ്ങോട്ടിറങ്ങിയാൽ നമ്മുടെ വടകര, കുറ്റ്യാടി, ഈ പ്രദേശത്തുനിന്ന് 10, 25, 50 വർഷം മുമ്പ് കുടിയേറിയവരാണ്. പിന്നെ വന്നിട്ടുള്ളത് മുഴുവൻ തിരുവിതാംകൂറിനും കോട്ടയത്തുനിന്നും ചങ്ങനാശ്ശേരി നിന്നൊക്കെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളിൽ നല്ലൊരു ഭാഗവും ഇപ്പോഴും താഴെ പ്രദേശത്താണ് നിൽക്കുന്നത്. അന്ന് അവർ ഉന്നയിച്ചിരുന്നൊരു ആവശ്യം, ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം.
സർക്കാർ ഒരിക്കലും അതിന് തയ്യാറായില്ല. അപ്പൊ സർക്കാർ വില്ലനാവുക. എന്തിനു വേണ്ടിയാ വില്ലനാവുന്നത്? ഇവിടെ വലിയ ഒരു എന്താ പറയാ ഭൂമി കച്ചവടം, ഒരു മാഫിയ സംഘം ഇതിന്റെ പിന്നിൽ. ഞാൻ അന്നും പറഞ്ഞ 4 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത്. PWD മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കീഴിൽ, അദ്ദേഹത്തിനായിരുന്നല്ലോ ഇവിടെ ചാർജ്. ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ആ മന്ത്രിയെ അടുപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ അത് കണ്ടതാണ്. ഇവിടെ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ വന്ന സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും മുഴുവൻ ഇവിടുന്ന് അടിച്ചോടിച്ചു വിട്ടു. ഒരാളെ ഇങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല. നമുക്കറിയാം, ആ ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർക്ക്. എന്തിനു വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ്? ഈ ടൗൺഷിപ്പ് എങ്ങനെയാണ് വയനാട്ടിൽ പ്രായോഗികമാകുക? ഒന്നാമത് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഹിൽ ഏരിയ ആണ് വയനാട് എന്ന് പറയുന്നത്, ഇടുക്കിയെ പോലെ. നാളെ എവിടെയും ദുരന്തം ഉണ്ടാവാം. ഇപ്പം ഈ ചുരൽമലയിൽ ഈ മല ഇടിയുന്ന സമയത്ത് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല ചുരൽമലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ എവിടെയും ഭൂമി ഇടിയാവുന്ന കാലാവസ്ഥാ വ്യതിയാനം, മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മഴ പെയ്യുന്നതാണ്. ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഏത് മലയും ഇടിയും, ഒരു തർക്കമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെ സ്പ്ലിറ്റായിട്ട് താമസിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു എസ്റ്റേറ്റിനെ അവർ പർച്ചേസ് ചെയ്യുക. ഒരു അണ്ടർസ്റ്റാൻഡിങ്. എസ്റ്റേറ്റ് ഉടമ പറയാൻ ഞങ്ങൾ തരാൻ തയ്യാറല്ല. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോയിട്ട് 2-3 സ്ഥലങ്ങൾ പോയി നോക്കിയിട്ട് പറയാ ഈ എസ്റ്റേറ്റ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല. ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള എന്താ പറയാ അധികാരമല്ല, അതിനുള്ള ടെക്നിക്കൽ നോളജ് തന്നെ കേരളത്തിലെ ഡിസാസ്റ്ററിന് ഇല്ല. യഥാർത്ഥത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ പറയാനുള്ള അധികാരം നൽകിയിട്ടുള്ള അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് സർവേ നടത്തിയിട്ടല്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല. കാരണം എന്താ? അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ ഈ 500 ആളെയും കൊണ്ട് താമസിപ്പിച്ചോ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇനി അത് ഇപ്പൊ നോക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പാരാമീറ്ററിന്റെ അകത്ത് ഡിസാസ്റ്റർ ഏരിയ അല്ലെങ്കിൽ പോലും നാളെ ഇത് ഉണ്ടാവില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനം. അപ്പം ഒരിക്കലും കിട്ടാത്ത ഒരു എസ്റ്റേറ്റ്. കാരണം ഈ എസ്റ്റേറ്റിൽ കൺസ്ട്രക്ഷൻ ഒന്നും പാടില്ല, നിങ്ങൾക്കറിയാം. ഇതൊക്കെ എസ്റ്റേറ്റുകളായി നിലനിർത്തേണ്ടതാണ്. 5% അതിന് എന്താ പറയുക മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇപ്പം നിയമം അനുശാസിക്കുന്നുള്ളൂ. ആ എസ്റ്റേറ്റ് ഉടമകളുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവര് 15,000 രൂപ വില ആദ്യം സർക്കാർ അങ്ങനെ നിശ്ചയിക്കുക. അത് തന്നെയാണ് അതിന്റെ വില. ഇവിടുത്തെ ഒരു എസ്റ്റേറ്റിന്റെ വില 1000 ഏക്കറിലത് 10,000 രൂപക്ക് സെന്റിന് കിട്ടാൻ വയനാട്ടിലുണ്ട്. വയനാട്ടുകാർക്ക് അത് അറിയും. എന്നിട്ട് അവർ കോടതിയിൽ പോകും. അവരോട് കോടതിയിൽ പോകാൻ പറയാണ് ഈ ടീം തന്നെ. ഫോണൊന്ന് ഓഫ് ചെയ്യോ? അപ്പം അവര് കോടതിയിൽ പോകുന്നു. സ്വാഭാവികമായിട്ടും സർക്കാർ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാരിന് ഏത് ഭൂമിയും എടുക്കാനുള്ള അധികാരം ഉണ്ട്. പക്ഷെ കോടതി എന്ത് പറഞ്ഞു? നിങ്ങൾ മാന്യമായ വില കൊടുക്കണം. സ്വാഭാവികമാണ് കോടതിക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. അങ്ങനെ 15,000 സർക്കാർ കണക്കാക്കിയ ഭൂമിക്ക് 40-45,000 രൂപ ഇപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ അപ്പീലിൽ പോയിരിക്കണത് സുപ്രീം കോടതിയിൽ ഇത് പോരാന്ന് പറഞ്ഞിട്ട്. സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി പരിഗണിച്ച് 1 ലക്ഷം കൊടുക്കാൻ വേണ്ടി പറയും. കാരണം പിടിച്ചെടുത്ത ഭൂമിയാണല്ലോ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സർക്കാർ എടുത്താണ്. ഇനി അപ്പീലുണ്ട് സുപ്രീം കോടതിയിൽ. അപ്പൊ ഒരു 2 ലക്ഷം വരെ ഈ ഭൂമിക്ക് 15,000 രൂപക്ക് കിട്ടേണ്ട ഭൂമി 2 ലക്ഷത്തിലേക്ക് ഇവർ എത്തിക്കും. അതിന് ഒരു കൂട്ടു നിൽക്കണം. ഒന്ന്, ഇതാണ് ഇതിൽ ഏറ്റവും വലിയ അഴിമതി. നിങ്ങൾ മനസ്സിലാക്കണം. 10, 25, 50 വീടുകാരെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പാർപ്പിക്കാൻ സൗകര്യം വയനാട്ടിലുണ്ട്. അതിലേക്ക് അവർ പോയിട്ടില്ല. പോകാതിരിക്കാൻ കാരണം ഒന്ന് ഇതാണ്. രണ്ടാമത്തത് ഇത് ഊരാളുങ്ങൾ സൊസൈറ്റിയാണ് ഇത് പണിയാൻ പോകുന്നത്. ഈ ഊരാളുങ്ങൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർമാരുടെ, നേതാക്കന്മാരുടെ കാൽ കീഴിലുള്ള ഒരു തൊഴിലാളികളെ പേരിന് മുന്നിൽ നിർത്തിയിട്ട് ഇവർ നടത്തുന്ന വൻ സാമ്പത്തിക ലാഭം കൊഴിയുന്ന കേരളത്തിലെ മുച്ചൂടും. ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾ പരിശോധിക്കും, ഒറ്റ കോൺട്രാക്ടർമാരും കേരളത്തിൽ ബാക്കിയില്ല. ഒരു കോൺട്രാക്ടറെ കീഴിൽ 25 ആളും 50 ആളും 100 ആളും 200 ആളും പണിയെടുത്തിരുന്ന നിരവധിയായ കോൺട്രാക്ടർമാര് കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. അവരവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു. നാട്ടിലൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ
ആളുകൾ സാധാരണക്കാർ ഓടിപ്പോയിട്ട് ഒരു സഹായം തേടിയിരുന്ന ആളുകളായിരുന്നു ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കോൺട്രാക്ടർമാരെ മുഴുവൻ കൊന്നു കൊല വിളിച്ചിട്ട് പ്രത്യേക നിയമം ഉണ്ടാക്കി ഏത് ടെൻഡർ എടുത്താലും അവർക്ക് 10% ഡിസ്കൗണ്ട് കൊടുത്ത് കേരളത്തിന്റെ പൊതുമുതലും മുഴുവൻ അവരുടെ കയ്യിലാക്കി. അതാണ് ഊരാളുകൾ സൊസൈറ്റി, ULCC. അവർക്ക് കരാറാണ്. അവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നവര്? ഇപ്പൊ നിങ്ങൾ ഈ 400 ചില്ലാനം ആളുകൾക്ക് എന്ത് നിർമ്മി? ഹെലിപ്പാഡോ അതോ എയർപോർട്ടോ? വെറുതെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ. 5 സെന്റ് ഭൂമിയാണ് കൊടുക്കുന്നത്. 5 സെന്റ് ഭൂമി 800 സ്ക്വയർ ഫീറ്റ് വീടും. ഒരു സ്ക്വയർ ഫീറ്റ് 3000 രൂപയായിരുന്നു. ആളുകൾ ബഹളം വെച്ചപ്പോ അതെന്തോന്ന് കുറച്ചു. ആരാ അങ്ങോട്ട് താമസിക്കാൻ പോകുന്നത്? ഈ ചൂരൽമലയിൽ 1/2 ഏക്കറയും 1 ഏക്കറയും വീടും സൗകര്യവും ഉണ്ടായിരുന്ന, അത്യാവശ്യം കൃഷി ഉണ്ടായിരുന്ന, 1000-1500 സ്ക്വയർ ഫീറ്റിൽ സുഖമായി ജീവിച്ചിരുന്ന മനുഷ്യരെ കോഴിക്കോട്ടിലേക്ക് കൊണ്ടുപോയി തള്ളുകയാണ്. ആളുകൾ മാനസികമായിട്ട് അതിന് തയ്യാറല്ല. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്തുണ്ടായി? 103 ആളുകൾ 15 ലക്ഷം. അവിടെ വീട്ടിൽ താമസിക്കുക, പുറത്തേക്ക് പോകുന്നവന് 15 ലക്ഷം രൂപ. അതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്ത് നീതിയാണ് ഇതിലുള്ളത്? എന്ത് നീതി? എങ്ങനെ അവരുടെ ഗതികേട് കൊണ്ട് അവര് വാങ്ങിപ്പോവാണ്. ഇപ്പൊ കുത്തുമലയിൽ ഇതേ വിഷയം ഉണ്ടായി. അവരെ പാർപ്പിച്ച സ്ഥലം, ആ വീട് മുഴുവൻ എന്താ പറയാ കുത്തി ഒലിച്ച് വീടിന്റെ അകത്തേക്ക്. നമ്മളിത് കഴിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. ഈ 103 ആളുകളിൽ ചില ആളുകൾ രാവിലെ തന്നെ വന്ന് കണ്ടു. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഉണ്ടാക്കി കൊടുത്ത പഴയ കുത്തുമല പ്രോജക്റ്റിലെ എല്ലാ വീടുകളും ചോർന്നൊലിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി കാത്തു നിൽക്കാൻ മാർഗമില്ല. അതുകൊണ്ടാണ് ഈ 15 ലക്ഷം വാങ്ങി ഞങ്ങൾ പിരിഞ്ഞത് എന്ന് പറയുന്നു. അപ്പൊ അവരോട് നീതി കാണിച്ചിട്ടില്ല. ഒരു 50 ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കേണ്ടതുണ്ട്, കൊടുത്തിട്ടില്ല, കൊടുക്കൂല. 1100 ചില്ലാനം ആളുകളുടെ ലിസ്റ്റായിരുന്നു പഞ്ചായത്തും അവിടുത്തെ ജനകീയ സമിതികളും ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. അത് മുഴുവൻ വെട്ടിക്കിഴിച്ച് മരിച്ചവർക്ക് മാത്രം, ആ കുടുംബത്തിന് മാത്രം ധനസഹായം. അതെന്ത് നീതിയാ? ഇതിൽ എഫക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല എത്രയോ ആളുകളുണ്ട്. ആ നാട്ടിലേക്ക് ആർക്കും തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട്. ഈ പറയുന്ന ചൂരൽമല അങ്ങാടിയിൽ തന്നെ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം. കറണ്ട് കട്ട് ചെയ്തു, പഞ്ചായത്ത് ഇനി ടാക്സ് എടുക്കൂല. അപ്പൊ ഇവരിനി അങ്ങോട്ട് പോകും. അതും ഈ ദുരന്തത്തിന്റെ ഭാഗമല്ലേ? അവരെയും സർക്കാർ അഡ്രസ് ചെയ്യണ്ടേ? അവർക്കും കോമ്പൻസേഷൻ കൊടുക്കണ്ടേ? ഇതിലൊന്നും ഒരു മാർഗവുമില്ല. എല്ലാം അടച്ചു വെച്ച് ഇവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അതിൽ കോടികൾ അടിച്ചു മാറ്റുന്ന ഒരു എന്താ പറയാ ദുരന്തത്തിലേക്ക് ഒരു നാട്ടിലെ ജനങ്ങളെ, ഒരു ദുരന്തത്തിൽ നിന്ന് എന്താ പറയാ മുതലെടുപ്പ് നടത്താൻ ഈ പിണറായി സർക്കാരിനല്ലാതെ ആർക്ക് കഴിയും? ഒരാളില്ല. ഗൗരവമായിട്ട് ഈ വിഷയം പറയേണ്ട ഒരാളില്ല. പലർക്കും വാടക കിട്ടിയിട്ടില്ല. ആദ്യം 50,000 രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ 1100 ചില്ലാനം ആളുകളിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന 400ലേക്ക് അവരെ ഇറക്കി. അതിലിപ്പോ 103 കുടുംബങ്ങൾ പോയി. ഇനിയിപ്പോ എത്രയല്ലത്? ഈ 300 ചില്ലാനം കുടുംബമുള്ളത്. അവരെന്നെന്താ പറയുന്നത്? ഞങ്ങൾക്ക് നാളെ ഭാവിയിൽ ഒരു കല്യാണം, കുട്ടികൾക്ക് ഒരു കല്യാണം നടത്താൻ കഴിയില്ല, ഒരു കുടുംബ ബന്ധം ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം അതൊരു ദുരന്തത്തിൽ ഏർപ്പെട്ട എന്താ പറയാ ഒരു കോളനി ആയിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. എല്ലാം നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ അടുത്ത തലമുറകളിലേക്ക് കൂടി സർക്കാർ ഇതാ ദാനമായി ഉണ്ടാക്കി കൊടുത്തൊരു വീടും സംവിധാനമാണ് എന്ന് അടുത്ത തലമുറയിലേക്ക് കൂടി കൺവേ ചെയ്യുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമല്ലേ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട്? ഇതാണ് ഈ വന്ന് പറയുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതി, ഈ 15 ലക്ഷം കൊടുത്ത് പിരിച്ചുവിട്ട ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷങ്ങൾ കൊടുക്കണം. ഒരു വിട്ടുവീഴ്ചയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു നീതിയും അവരോട് നടത്തിയിട്ടില്ല. 5 സെന്റ് 7 സെന്റ് ഭൂമി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പൊ ഈ 100 ആള് പോയല്ലോ, ഒരു 25 സെന്റ് ഭൂമി എങ്കിലും കൊടുക്കട്ടെ, ഭൂമി ഉണ്ടാവുമല്ലോ, ഈ എടുത്തിട്ട ഭൂമി തന്നെ. അപ്പൊ മിനിമം ഒരു മര്യാദ, മാന്യമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മര്യാദയെങ്കിലും ഈ സർക്കാർ കാണിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കോടതിയെ സമീപിക്കേണ്ട ഘട്ടത്തിലാണ്. നമ്മളിപ്പോ ഇവിടുത്തെ ഇരകളുമായി സംസാരിച്ച്, ഞാൻ നാളെയും ഇവിടെ ഉണ്ട്, ഇത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നല്ല
നീതി കണക്കാക്കേണ്ടത്. അത് നീതിപൂർവമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. പരിപൂർണമായ കച്ചവട താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ നീതിയുടെ അളവുകോല് ഈ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത്. അത് ഏറ്റെടുക്കേണ്ടത് പ്രതിപക്ഷമാണ് അതിശക്തമായിട്ട്. എന്താണ് അവർ ഏറ്റെടുക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുസ്ലിം ലീഗ് പോരാടി ഇത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ 100 വീട് അവർ വേറെ വെച്ചു കൊടുക്കുകയാണ്. അവർക്കിത് മനസ്സിലായി പിണറായിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ കർണാടക ഗവൺമെന്റും ആന്ധ്ര ഗവൺമെന്റും 100 വീട് വെച്ചു കൊടുക്കുമെന്ന് ഇവിടെ ഏറ്റിരിക്കുന്നത്. എന്തിനാണ് ഇതിൽ പോയിട്ട് ആ പണം മുടക്കുന്നത്? ഇതൊരു കൊള്ള സംഘത്തിലേക്ക് മറ്റുള്ളവർ കൂടി ഒരു സഹായം നൽകുന്ന ഒരു സഹായകമായ, ആ കൊള്ള സംഘത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നത് സമാനമാകും. അതുകൊണ്ട് അതിശക്തമായ സമരം ജനങ്ങൾ തയ്യാറാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമപരമായ പോരാട്ടം കേരളത്തിന്റെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്താൻ ജനങ്ങൾ, ഈ പറയുന്ന ഇരകളും അവരെ ഈ വയനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും സഹായിക്കേണ്ട ബാധ്യത ഉണ്ട്. കേരളത്തിലെ മൊത്തം ജനാണ് ഈ 776 കോടി കൊടുത്തത്. അതിൽ വയനാട്ടുകാരുണ്ട്. അപ്പൊ കൊടുത്ത പണം അത് പിൻവാതിലൂടെ തട്ടിയെടുക്കുന്ന ഈ പറയുന്ന കൊള്ളസംഘത്തിനെതിരെ, ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആളുകളെ കാണാൻ തന്നെയാണ് ഇവിടെ വന്നിട്ട് ആളുകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. നാളെ വീണ്ടും അവരുമായി കാണുന്നുണ്ട്. ആ കൂടിയാലോചനകൾക്ക് ശേഷം ശക്തമായ സമരവും അവർ തയ്യാറാണെങ്കിൽ നിയമ പോരാട്ടത്തിന് ഞങ്ങൾ മുന്നിൽ നിന്ന് കൊടുക്കും. ഈ ഭൂമി കച്ചവടം തന്നെ, ഞാൻ ഈ പറഞ്ഞത് തന്നെ. ഈ 400 ആളുകളെ ഒരു കുഴിയിൽ കൊണ്ടേ കുഴിച്ചു മൂടാനുള്ള ദുരുദ്ദേശം എന്താണ്? എന്തിനാണ് ആ എസ്റ്റേറ്റ് തന്നെ വാങ്ങാനുള്ള ഒരു ത്വര? ഈ നാട്ടിൽ 5 ഏക്കറും 10 ഏക്കറും 25 ഏക്കറും ഭൂമി ഇഷ്ടം പോലെ പട്ടയമുള്ള ഭൂമികൾ തന്നെ കിട്ടാനുണ്ട്. അതിലേക്കൊന്നും ഒരു അന്വേഷണം ഇല്ലല്ലോ. അപ്പൊ ഇത് ഒരു പ്രോജക്റ്റ്. ഇപ്പോ വയനാട് തുരങ്കപാത, ഇപ്പൊ മേപ്പാടിയിൽ നിന്ന് നേരെ നിലമ്പൂരിലേക്ക് ഇറങ്ങാൻ ആകെ 14 കിലോമീറ്റർ ഉള്ളൂ. ആ പ്രപ്പോസൽ തടയപ്പെട്ടു. ഇവിടെ വന്യമൃഗങ്ങൾ ഡെയിലി മനുഷ്യരെ ചവിട്ടി കൊല്ലുകയാണ്. വയനാട്ടിലെ ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസി ഒരു 500 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അല്ലെങ്കിൽ ഒരു 300 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്ട്രോങ് ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തി കഴിഞ്ഞാൽ ഒരു ആനയും ഒരു ഈച്ചയും അതിനൊന്നും ഒരു പൈസ ഇല്ല. അപ്പൊ തുരങ്കുണ്ടാക്കിയാൽ, തുരങ്കം ആരാണ്ടാക്കുക? ഇന്റർനാഷണൽ കമ്പനികളാണ്. വിദേശ കമ്പനികൾക്ക് എത്രയും വലിയ തുരങ്കം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആ ടെൻഡർ അങ്ങോട്ട് പോകും. അപ്പൊ അതിന്റെ കമ്മീഷൻ ദുബായിലോ അമേരിക്കയിലോ സിംഗപ്പൂരോ ഒക്കെ കിട്ടും. അപ്പൊ മണി ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാ അടിച്ചു മാറ്റും? ഇപ്പൊ എന്താ നാഷണൽ ഹൈവേന്റെ സ്ഥിതി? 6 വരി പാത വരുമാനം ഉണ്ടാക്കിയിട്ട് എന്തായി? ഇപ്പൊ 16 വരിയാക്കി നിന്നല്ലോ. ധൈര്യമായിട്ട് മനുഷ്യർക്ക് നിലവിലുണ്ടായിരുന്ന റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം പർവ്വതം കണക്കെ വെട്ടി, എന്താ പറയാ, മലകള് വെർട്ടിക്കലായിട്ട് വെട്ടിയിട്ട് അതിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ പേടിയാ, ഇടിഞ്ഞ് വീണുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. അപ്പം എല്ലാം മണി മൈൻഡഡ്, മണി ഓറിയന്റഡ്. അതിൽ നിന്ന് എങ്ങനെ വലിച്ചു വരാം? അതിന് ഇനിയിപ്പോ ഇതിന്റെ തെളിവ് കൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു തെളിവ് അതിൽ നമുക്ക് തരാൻ കഴിയില്ല. ആളുകൾക്ക് എന്താ പറയുക, കോമൺ സെൻസ് ഉണ്ട്. ആ കോമൺ സെൻസ് വെച്ച് ഈ കാര്യങ്ങൾ അപഗ്രഥിച്ച് കോടതിയെ അത് ബോധ്യപ്പെടുത്താന്നല്ലാതെ കോടതി അന്വേഷണം നടത്തട്ടെ. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഇങ്ങനെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരൊറ്റ പോയിന്റിൽ തന്നെ ഈ ആളുകളെ കുഴിച്ചു മൂടുന്നത്? ഇത് മറ്റൊരു ദുരന്തമല്ല ഉണ്ടാക്കുന്നത്. ജീവിതകാലം മുഴുവൻ കോളനിവാസികൾ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഗവൺമെന്റ്, CPM ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പൊ 6 മാസം മുമ്പ് കോളനി എന്ന് പറയാൻ പാടില്ല. അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പേര് മാറ്റിയിട്ട് രക്ഷപ്പെടാൻ നോക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ വീണ്ടും അടുത്ത തലമുറകളും ഇതൊരു ദുരന്ത ബാധിതരാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അവരും കൂടെ പറയുന്നതാണ്, എന്റെ അഭിപ്രായമല്ല. അതന്നെ വസ്തുത. താങ്കളുടെ ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം ലീഗ് നിർത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധയപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് മുനീറും ടി മുദീഷറൊക്കെ പറഞ്ഞത് അൻവർ ഫാക്ടറിനെ കുറിച്ച്, താങ്കൾ ഒറ്റയ്ക്ക് 19,000 വോട്ട് പിടിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടിട്ടില്ല. ഈ CPMന്റെ സംസ്ഥാന സമിതി ചേർന്നല്ലോ, അതിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുക. ചർച്ചയിൽ അൻവറിന്റെ ഒരു പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളൊരു തരത്തിൽ വിലയിരുത്തൽ അൻവറിന്റെ ഒരു കരുത്ത് മുൻകൂട്ടി കാണാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിന് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ADGP അജിത് കുമാറിനെതിരെ ഞാൻ നിരന്തരമായി പോരാട്ടം നടത്തി. ഇപ്പൊ
UPSC ലിസ്റ്റ് നിന്ന് അദ്ദേഹത്തെ തള്ളി. അവസാന ലിസ്റ്റിൽ അദ്ദേഹം ഇല്ല. എത്ര വലിയ പോരാട്ടമാണ് നടത്തിയത്. പക്ഷെ ഇന്ന് വരെ CPM സെക്രട്ടേറിയറ്റിൽ അജിത് കുമാറിന്റെ പേര് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ നിലമ്പൂർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തപ്പോൾ അജിത് കുമാറിന്റെ വിഷയത്തിൽ എന്താണ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്ര താല്പര്യം എന്ന ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് വലിയ സന്തോഷം. ഇത് തന്നെ ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് പിണറായി സത്തിനെതിരെയാണ്. അതിന്റെ ഭാഗമാണ് ഈ ചുരൽമല, അതിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയോര വന്യമൃഗ വിഷയം, അതിന്റെ ഭാഗമാണ് പോലീസിലെ RSS വൽക്കരണം. അതിന് ഞാൻ ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും എതിർത്ത് പോരാട്ടം നടത്തുന്ന ഈ പിണറായി സത്തിനെതിരെ. എന്തായാലും പിണറായി സത്തിന്റെ ഒരു ഭാഗമാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട RSS വൽക്കരണവും അജിത് കുമാറിന്റെ ഇഷ്യൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പരാജയമെങ്കിലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആ ഒരു ചർച്ച നടത്താൻ കണ്ണു തുറന്നെങ്കിൽ ഈ പോരാട്ടത്തിൽ ഞാൻ ഒരു പരിധി വരെ വിജയിച്ചു. അവിടെ എനിക്ക് വോട്ട് ചെയ്ത പ്രിയപ്പെട്ട സഖാക്കളോട്, നിലമ്പൂരിലെ സഖാക്കളോട് പ്രത്യേകം അതിന് ഞാൻ നന്ദി പറയണം. 1000% അവരെന്നെ ഇപ്പൊ 10,000 വോട്ട് CPM പറഞ്ഞില്ലേ, അതിലെന്താ തർക്കം? അതാണ് അത് കേരളത്തിൽ മൊത്തമുള്ള വോട്ട് തന്നെയാണ്. CPM അവിടെ ഇപ്പൊ UDF നിന്ന് വന്ന വോട്ടുകളാണ് എനിക്ക് വ്യക്തിപരമായി വന്നിട്ടുണ്ടായ വോട്ടുകൾ. മറ്റേ CPM നിന്ന് വന്ന വോട്ട് കേരളത്തിൽ ഒട്ടാകുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. നിങ്ങളത് മനസ്സിലാക്കേണ്ടത് അവിടെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. UDF LDF മുഴുവൻ MLA-മാരും മന്ത്രിമാരും ഒത്തൊരുമിച്ച് നിന്ന് പോരാടിയിട്ടാണ് 20,000 കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ മിനിമം × 2 ആണ്, അല്ലെങ്കിൽ × 3 ആണ്. അതാണ് വോട്ടിംഗ് പാറ്റേൺ. അതാണ് ഇപ്പൊ ഒന്നും ഉണ്ടായിരുന്ന ചേലക്കര പോയി ഞങ്ങൾ മത്സരിച്ചിട്ട് 4,000 വോട്ട് കിട്ടിയില്ലേ. ഇതേ ഉപതെരഞ്ഞെടുപ്പിൽ ഈ 140 139 MLA മുഖ്യമന്ത്രി 12 ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് അവിടുന്ന് 4,000 വോട്ട് PV അൻവർ പറയുന്ന രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ × 3 അടിച്ചു നോക്കും നിങ്ങൾ, 12,000 വോട്ടാണ്. അപ്പൊ ഈ 140 മണ്ഡലങ്ങളിലും 10,000 തൊട്ട് 15,000 വോട്ട് ഞാൻ ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് അത്രയും ജനങ്ങൾ അതിനെ മിനിമം പിന്തുണക്കുന്നുണ്ട്. അത് തന്നെയാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭാവിയിൽ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും 26-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുമില്ല. ഇനിയും അത് മനസ്സിലാകാതെ ഉറക്കം നടിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരും ഒക്കെ അങ്ങനെ പറഞ്ഞു പോട്ടെ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ലീഗ് നേതാക്കൾ മാത്രമല്ല, രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു PV അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം UDF ഭൂരിപക്ഷം 25,000 കടന്നേനെയാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും താങ്കൾ അടഞ്ഞ അധ്യായമെന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചോളൂ? ഇതൊരു അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടല്ലോ. ഞാൻ ആ ഭാഗമൊക്കെ വിട്ടല്ലോ. എന്റെ പണി ഇപ്പൊ എന്താ, എന്റെ പാർട്ടി ഉണ്ടാക്കുക. ഞാനിപ്പോ വയനാട്ടിൽ വന്ന എന്താ ഈ വിഷയത്തിലാണ്. മറ്റന്നാൾ ഞാൻ ഇടുക്കിയിലാണ്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഞാൻ കഴിഞ്ഞ 2011 മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരും നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞ 2011 തുടങ്ങിയ പോരാട്ടം ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പം അന്ന് സുപ്രീം കോടതിയിലും ഗ്രീൻ ട്രിബ്യൂണലും കക്ഷി ചേർന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത വിധം വന്യമൃഗങ്ങൾ പെറ്റുപെരുകി നാട്ടിലേക്ക് ഇറങ്ങാണ്. കേരളം തുറന്നിട്ട സൂ ആകും എന്ന്, മൃഗശാലയാകും എന്ന് ഞാൻ പറഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പൊ നിങ്ങളൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും നാളെ രാവിലെ വയനാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണ്ട് ആനയായിരുന്നെങ്കിൽ ഇപ്പൊ കടുവയും പുലിയാണ്. ഒരാൾക്കും അത് വരുന്നത് കാണാനും കേൾക്കാനും പോലും കഴിയില്ല. ഒരു എന്താ പറയാ, ഒരു കഷ്ണം പേപ്പർ നിലത്തിട്ടാൽ അതിനൊരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം പോലും ഇല്ലാതെ ആണ് എന്താ പറയാ ഈ ജീവികൾ സഞ്ചരിക്കുന്നത്. ബാക്കിൽ വന്ന് പെരടി പിടിക്കുമ്പോഴേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. ഒരു പ്രസവത്തിന് 3ഉം 4ഉം കുട്ടികളാണ്. അങ്ങനത്തെ 100 കണക്കിന് കടുവകളും ഈ പറയുന്ന മൃഗങ്ങളും പെറ്റുപെരുകയാണ് ഈ നാട്ടിൽ. അവർക്ക് തിന്നാൻ ഒരു ഭക്ഷണം കാട്ടിൻ്റെ അകത്തില്ല. സ്വാഭാവികമായിട്ടും പട്ടിണി കിടന്നാൽ എങ്ങോട്ടാ വരിക? മനുഷ്യവാസ പ്രദേശത്തേക്ക് വരും. നാട്ടിലുള്ള ആടിനെയും പശുവിനെയും ഒക്കെ തിന്ന് കഴിഞ്ഞാൽ അടുത്ത പിന്നെ മനുഷ്യനാണ് ബാക്കിയില്ല. എപ്പോഴേ മനുഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുക. 3 ദിവസം മുമ്പ് വാൽപ്പാറ, നമ്മുടെ ഇടുക്കി ജില്ലയിലെ തമിഴ്നാടിന്റെ ബൗണ്ടറിയാണ്. 4 മണിക്ക് മുറ്റത്ത് അമ്മ അവിടെ എന്താ പറയുക ഗോതമ്പ് ചേരുക, മോൾ ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിൽ നിന്ന് കുട്ടീനെ പിക്ക് ചെയ്ത് പോയി. നിങ്ങൾ കണ്ടില്ലേ? ഇന്നലെ മിനിയാന്ന് വൈകുന്നേരമാണ് ആ കുട്ടിയുടെ എല്ല് കിട്ടുന്നത്. ഇത് ഇതല്ലേ സ്ഥിതി.
ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ 3000 കോടി രൂപ ഉണ്ടെങ്കിൽ കേരളത്തിലെ വന്യമൃഗ ഈ പ്രശ്നത്തിന് ഒരു എന്താ പറയുക 95% പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഈ ഫെൻസിങ് ഇട്ടാൽ. 1,20,000 കോടി രൂപ ചെലവഴിച്ചെന്ന് ബീം പഠിക്കുന്ന മരുവനും ആ അമ്മായിയപ്പനുള്ള ഈ നാട്ടിൽ ഒരു 3000 കോടി ഇതിന് ചെലവാക്കിക്കൂടെ? ഇപ്പം വയനാട്ടിലെ എന്താ പറയാ മല തുറന്നോട്ടെ, പക്ഷെ ഇവിടെ മനുഷ്യൻ ജീവിക്കണ്ടേ? ഇതാ പറയുന്നത്, ആ പൊളിറ്റിക്സ് ആണ് ഇവിടെ. അതിലിപ്പോൾ UDF എടുക്കൂലേ, എന്താ പറയുക അൻവറിന്റെ ഫാക്ടർ ഉണ്ടോ ഇല്ലേ, അതൊന്നും എന്നെ സംബന്ധിച്ച വിഷയമല്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റവും അതിശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പോകുന്നത്. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മലയോര ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ എന്താ പറയുക ബോധവൽക്കരണ ജാഥക്ക് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അല്ല ഞാൻ എൻ്റെ അടുത്ത് പാരി ചർച്ചയ്ക്ക് വന്നിട്ടില്ലല്ലോ. ഈ പത്രത്തിലും ടിവിയിലും കാണുന്നതിന് മറുപടി പറയണ്ടല്ലോ. അപ്പൊ നമ്മൾക്കിപ്പം ഇനി അതിന്റെ സമയമല്ല. അതൊരു 3-4 മാസം അത് പറഞ്ഞ് സമയം കളഞ്ഞു. ഇനി അതിനില്ല. നമ്മൾ നമ്മുടെ രാഷ്ട്രീയമായിട്ട് പോകുന്നു. ആ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്കത് നോക്കാന്നേ. എന്തെങ്കിലും ഒരു നിലമ്പൂര് എന്ന് പറയുന്നത് ഈ വയനാട്ടിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന കൽപ്പറ്റയിൽ 2014 ഒന്നുമല്ലാത്ത കാലത്ത് ഞാൻ മത്സരിച്ചെന്ന് 4,800 വോട്ട് ഈ മണ്ഡലത്തിൽ കിട്ടിയിരുന്നു 2014. ഇപ്പൊ നിങ്ങൾ ഈ നിലമ്പൂരല്ല, അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഈ രാഷ്ട്രീയമുണ്ട്. അതായി പറയുന്നത്. അത് ഈ പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2000-ഓളം വാർഡുകളുണ്ട്. 16,862 വാർഡുണ്ട് പഞ്ചായത്തുകൾക്ക്. അതേപോലെ തന്നെ 3000-ഓളം 2,600-ഓളം വാർഡുകൾ വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 480-ഓളം സീറ്റുണ്ട്. മുനിസിപ്പൽ എല്ലാം കൂടെ 20,000 to 21,000 ആളുകൾ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്, സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന ത്രിതല തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ഈ മുഴുവൻ വാർഡിലും മത്സരിക്കാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തും. ഞങ്ങൾ മുഴുവൻ വാർഡിലും നമ്മളൊരു ജനകീയ മുന്നണി ഉണ്ടാവും. തൃണമൂല അതിനെ ഹെഡ് ചെയ്യും. ഇപ്പൊ നിലമ്പൂരിൽ നമ്മൾ മത്സരിച്ചതുപോലെ തന്നെ നമ്മളൊരു ജനകീയ മുന്നണി നമ്മളിവിടെ പലരുമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുകിട കക്ഷികൾ, അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും മീശ മുളക്കാത്ത കുട്ടികളാണ് സംഘടന എന്നൊക്കെ. പക്ഷേ അതിന് എത്രത്തോളം വേരുകളുണ്ട് എന്നുള്ളത് ഈ 3 മാസം കഴിയുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം. അല്ല, അതെങ്ങനെ വേണമെങ്കിൽ കണക്കൂട്ടാം. നമ്മൾ ജനങ്ങൾ ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ സഹായിക്കാനും ആ നിലപാടിനോടൊപ്പം നിൽക്കാനും നിരവധിയായ സംഘടനകൾ, ചെറുകിട സംഘടനകൾ, അത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിലെ സംഘടനയായിരിക്കും, ചിലപ്പോൾ അതൊരു നിയമസഭാ മണ്ഡലത്തിലേ ഉണ്ടാവുകയുള്ളൂ, ചിലപ്പോൾ അതൊരു ജില്ലയിലുണ്ടാവും. അത്തരത്തിലുള്ള എന്താ പറയുക ഒരുപാട് റെസിഡന്റ് അസോസിയേഷനുകൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊച്ചിയിൽ V4 കൊച്ചിൻ എന്ന് പറയുന്ന സംഘടന ഉണ്ട്. ഉദാഹരണം, അവർ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 10-12% വോട്ട് പിടിച്ചവരാണ്. ഞാൻ ഉദാഹരണം പറയാം. അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിലെ ചിലപ്പോൾ പഞ്ചായത്തിലുണ്ടാവും. ഇപ്പൊ ഒരു പുൽപ്പള്ളി പഞ്ചായത്ത്, അവിടെ ഒരു പ്രത്യേക വിഷയം ഉണ്ടെങ്കിൽ അവിടെ ഒരു സംഘടന ഉണ്ടാവും ആ വിഷയത്തിന്. അത്തരത്തിലുള്ള സമാന മനസ്കരായ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന സകലമാന ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ജനങ്ങൾക്ക് അത് അനുകൂലമായിട്ടുള്ള സംഘടനയായിരിക്കും. അത് ആർക്കെതിരാകും എന്നുള്ളത്, ആരാണോ ജനവിരുദ്ധർ അവർക്കെതിരാവും. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. അപ്പം അത് ആർക്കെതിരാവും ചോദിച്ചാൽ ജനവിരുദ്ധർക്കെതിരാവും. നിലമ്പൂരിൽ എന്താ ഞാൻ പറഞ്ഞത്, ജനങ്ങളും ഈ പറയുന്ന ജനവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ്. അത്രയേ ഉള്ളൂ അതിന് മാനദണ്ഡം. അപ്പൊ നമ്മൾ മേപ്പാടിയിൽ ഇപ്പൊ ഈ വെച്ചു കൊടുത്ത വീടുകൾ അത് ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഗവൺമെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുടെ സ്റ്റാൻഡേർഡ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 103 വീട്ടിൽ പണം വാങ്ങി പിന്മാറിയ ആളുകൾ ഈ വിഷയത്തിൽ നമ്മളെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒഴിവുള്ള പത്രമാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സത്യസന്ധമായി എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിൽ നിങ്ങളും കൂടി സഹായിക്കണം. ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ പറ്റുന്ന ആളുകൾ അങ്ങോട്ട് വന്നാൽ നന്നായിരിക്കും. നിങ്ങൾക്കും കുത്തുമലയിൽ മാറ്റിപ്പാർപ്പിച്ചവരുടെ അവസ്ഥ ഇന്ന് നേരിട്ട് കാണാം.
അതും ഇതേപോലെ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയ സംഭവമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എല്ലാം ബഹളമയമാണ്. താഴേക്ക് വരുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഒരു സത്യസന്ധതയും ഈ വിഷയത്തിലൊന്നും ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അതിലേക്ക് അടുത്ത ഒരു സമൂഹത്തെ കൂടി മണ്ണിലിട്ട് കുഴിച്ചുവിടാൻ പോകുന്നതാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുനരധിവാസം. ഈ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു പുതിയ മുന്നണി വരികയാണെങ്കിൽ അത് ആർക്കായിരിക്കും കൂടുതൽ ദോഷം ചെയ്യുന്നത്? UDF-നായിരിക്കോ LDF-നായിരിക്കോ? അതല്ലേ പറഞ്ഞ അതിനെ പറ്റി നമ്മൾ ആർക്ക് ദോഷം ചെയ്യും നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ആർക്ക് ഗുണം ചെയ്യും നോക്കിയിട്ടാണല്ലോ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യും, പ്രത്യേകിച്ച് കർഷകർക്ക്, മലയോര പ്രദേശത്തിലെ ആളുകൾ. ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഗുണമോ ദോഷമോ അല്ലാതെ നിങ്ങൾ അനലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി, റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാലോ.